പ്രിയമുള്ളവരെ ശശിധരൻസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പൊതുവെ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് മണ്ണിടിച്ചിൽ. അപ്പോൾ അധികം കണ്ടുവരുന്നത് ദേശീയപാതയിലാണ് ഈ പ്രതിഭാസം കണ്ടുവരുന്നത്. ദേശീയപാത മണ്ണെടുക്കുമ്പോൾ അത് മണ്ണിടിഞ്ഞു അങ്ങനെയല്ല ആണല്ലോ ഷിരൂരിൽ അപകടം നടന്നത്. അപ്പോൾ അടുത്ത ദിവസം വേറൊരു അപകടം നടന്നതായി അറിഞ്ഞു. അപ്പോൾ ഇതിന് ഒരു ചെറിയൊരു പ്രതിവിധി നിർദ്ദേശിക്കാൻ എന്താണെന്ന് വെച്ചാൽ, മണ്ണ് എടുക്കുമ്പോൾ കുത്തനെയാണ് എല്ലാവരും എടുക്കുന്നത്. കുത്തനെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അതിൽ ഉറവ് വന്ന് മണ്ണ് പൊടുന്നനെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത അധികമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ടേ തോന്നിയ ആശയമാണ് ഇപ്പോഴൊന്ന് പറയാൻ തോന്നിയെന്ന് മാത്രം. കുത്തനെ എടുക്കാതെ അത് ഈ പറയുന്നത് പോലെ ഇതിപ്പം റോഡിൻ്റെ ഇത് നമ്മൾ കുത്തനെ ആദ്യം കുത്തനെ എടുക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. കുത്തനെ എടുക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. കുത്തനെ അങ്ങനെ എടുക്കാതെ ഒരു 3 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ 4 മീറ്റർ മേലോട്ട് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തിട്ട് സ്ലൈഡായിട്ട് ചെരിഞ്ഞ വിധത്തിൽ എടുത്തു കഴിഞ്ഞാൽ, അഥവാ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ തന്നെ അതിൻ്റെ തീവ്രത കുറയും. മാത്രമല്ല ഈ പോകുന്ന വാഹനങ്ങളുടെ മേലോ ആളുകളുടെ മേലോ വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇങ്ങനെ മണ്ണ് ഇടിച്ചിൽ ഉണ്ടാകുന്നത് പ്രധാനമായും ഈ മണ്ണിൻ്റെ കുന്നിൻ്റെ ചെരിവിലുള്ള വെള്ളം ഉള്ളിൽ കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോക്കുവാനുള്ള സംവിധാനം കൂടി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത്തരം മണ്ണിടിച്ചിലുകളും മനുഷ്യ ജീവന അപായം ഉണ്ടാകുന്നതിൽ നിന്നും മറ്റ് സ്വത്ത് വകകൾക്ക് നാശനഷ്ടം സംഭവിക്കുന്നതിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ധാരണ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഇങ്ങനെ എടുക്കുന്ന മണ്ണ് വലിയ തോതിൽ മണ്ണ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്തിലെ വീടുകളുണ്ടെങ്കിൽ അത്തരം വീടുകൾ എടുക്കാൻ അനുവാദം കൊടുക്കാതെ അവർക്ക് ആ സ്ഥലത്തിൻ്റെ വീടും എടുക്കാനുള്ള സൗകര്യം അധികൃതരുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് തരുണത്തിൽ പറയാനുള്ളത്. അവർക്ക് വീട് എടുക്കാനുള്ള ഒരു സാമ്പത്തികം ചെയ്ത് അവരെ അവിടെ നിന്ന് എക്വയർ ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഭൂമി എക്വയർ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അത് ഇങ്ങനെ കുറേയെല്ലാം എടുത്തു കഴിഞ്ഞു, ഇനി ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എടുക്കുന്നതിന് മുമ്പേ ഇതാണ് ശരിക്ക് കുന്ന് സാധാരണ ഇങ്ങനെയാണ് കുന്ന് ഇടിക്കുന്നത്. നേരെ കുത്തനെ ഇടിച്ച് വീടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടിഞ്ഞ് താഴെ വിട്ട് വീഴുന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുത്തന. മാഹിയിലെല്ലാം ആദ്യം കണ്ടിട്ടുണ്ട്. മാഹിയിൽ ഇതിന് ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളത് വളപട്ടണത്തെ നമ്മളെ ആദ്യത്തെ ഇതുണ്ടല്ലോ വളപട്ടണം ബൈപ്പാസിൻ്റെ അവിടെ എടുത്തത് പണ്ട് കൃത്യമായിട്ട് കരിങ്കല്ലുണ്ട്. അത് കുത്തനെ തന്നെയാണ്. കുത്തനെ കുറച്ച് ചരിവുണ്ടോയെന്നറിയില്ല. കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ട് അവിടെ കമ്പിയൊക്കെ ഇട്ടത് കണ്ടിട്ടുണ്ട്. അത് ഞാൻ കാണുന്ന കാലം വരെ, ഇപ്പോൾ കുറേ ഇങ്ങോട്ടൊന്നും കാണുന്ന കാലം വരെ അതിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ കുറച്ച് വിഷമം ഉണ്ടാകുമെങ്കിൽ ഇങ്ങനെ സ്ലാൻഡായി എടുത്തു കഴിഞ്ഞാൽ ആ മണ്ണ് പല വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. പക്ഷെങ്കിൽ സ്ഥലം എക്വയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു 3 മീറ്റർ ഒരു ഡേഞ്ചർ സോണായി പ്രഖ്യാപിച്ച് അവിടെ വീടുകൾ ഉണ്ടെങ്കിൽ അതിൽ കൂടി എക്വയർ ചെയ്ത് അവർക്ക് കൃത്യമായ പണം ബിൽഡിങ്ങോ വീടോ എന്താണ്ട് അത് പുനഃസ്ഥാപിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുന്നു. ഇല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴ എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ മഴയല്ല. ഇപ്പോൾ കൊല്ലത്തോട് കൊല്ലം എന്ന പോലെ
മഴയാണ് കാണുന്നത്. കൊല്ലത്തോട് കൊല്ലം മഴ ഇങ്ങനെ കാണുന്നത്. പണ്ടൊക്കെ ഒരു ഒക്ടോബറിലും കഴിഞ്ഞാൽ മഴ ഉണ്ടാവില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഒക്ടോബറും കഴിഞ്ഞ് നവംബറും കഴിഞ്ഞ് ഡിസംബറിലും മഴ പെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ മഴ ലീവ് എടുക്കുന്നില്ല. അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അപകടങ്ങളും കൂടും. ഇതൊരു ചെറിയൊരു നിർദ്ദേശം മാത്രമാണ്. ഇതിൽ ഈ നിർദ്ദേശം പ്രായോഗികമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമേ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശശിധരൻസ് വ്ലോഗിൻ്റെ ചെറിയ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്നു. ഇതിന് മുൻപായി ഞാനിതിങ്ങനെ വെറുതെ വരച്ചതാണ്. ദേശീയപാത ഇതൊരു ഭാഗമാണ്. ഇത് കുത്തനെ എടുത്തതാണ് കാണിക്കുന്നത്. ഞാൻ കുത്തനെ എടുക്കാതെ ഇതേപോലെ സ്ലാൻഡായിട്ട് എടുത്താൽ നന്നായിരിക്കും. അഥവാ അപകടം മണ്ണിടിച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിൻ്റെ തീവ്രത കുറയുമെന്നാണ് നമ്മുടെ കണക്ക് കൂട്ടുന്നത്. എല്ലാം അധികൃതരുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എടുത്തുന്നു. ഇത്തരം എടുക്കുന്ന മണ്ണുകൾ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭൂമിയിൽ തന്നെ എവിടെയെങ്കിലും താഴ്ന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് ഉയർത്തുവാനെടുക്കാം. അല്ലെങ്കിൽ റോഡ് സൈഡിൽ നമ്മുടെ വികസിത സ്ഥലങ്ങളിലും കാണുന്ന പോലെ പൂന്തോട്ടമോ മറ്റോ എന്തെങ്കിലും ഉണ്ടാക്കി റോഡിനെ ആകർഷകം ആക്കാൻ കൂടി ഇത്തരം എടുക്കുന്ന മണ്ണുകൾ ഉപയോഗപ്പെടുമെന്നാണ്. മാത്രമല്ല ഇങ്ങനെ ചെരിച്ചെടുക്കുക എന്ന് വെച്ചാൽ അതും ഒരു സാഹസികം തന്നെയാണ്. എന്നാലും അതിനൊക്കെ ഇന്നത്തെ മെഷീനറീസ് എല്ലാം എക്സ്കവേറ്റേഴ്സും കാര്യങ്ങളിലുണ്ടല്ലോ. പണ്ടത്തെ പോലെ ഒരു JCB മാത്രമല്ലല്ലോ. വലിയ ശിരൂരിൽ നമ്മൾ കണ്ട പോലത്തെ എക്സ്കവേറ്റേഴ്സ് എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ചെരിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു ഉപയോഗപ്രദமான വീഡിയോ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ശശിധരൻസ് വ്ലോഗിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.